വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ പേര് ഹനില. ഇന്ന് ഞാൻ മെയിൽ ടു ഫീമെയിൽ ട്രാൻസ്ജെൻഡർ ലേസർ ഹെയർ റിമൂവൽ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. അങ്ങനെ എൻ്റെ ഹോർമോൺ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ട്, അതായത് ഹോർമോൺ എടുക്കുന്നുണ്ട്, എനിക്ക് ബോഡിയിൽ മാറ്റങ്ങൾ വരുന്നുണ്ട്. പക്ഷെ ഞാൻ പാൻറ് ഷർട്ടിലായിരുന്നു ആ സമയത്ത്. മീശയും താടിയൊക്കെ ഉണ്ടായിരുന്നു. ഹോർമോൺ എടുത്ത് 1 മാസം കഴിഞ്ഞിട്ടാണ് ഞാൻ ലേസർ ചെയ്തത്. അപ്പം ഞാൻ ലേസർ ചെയ്തത് പാലക്കാട് ആർട്ട് സ്കിൻ കെയർ ക്ലിനിക്കാണ്. ഒരു 4 കൊല്ലം മുമ്പാണ് അത് ചെയ്തത്. അവിടെ സൂര്യ ഡോക്ടറായിരുന്നു. ഇപ്പം ആ ഡോക്ടറില്ല, ക്ലിനിക്കുണ്ട്, വേറെ ഡോക്ടേഴ്സാണ്. അപ്പോൾ എനിക്കെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഹെയർ ഗ്രോത്തിങ് നല്ലോണം കൂടുതലുള്ളൊരു വ്യക്തിയാണ്. എനിക്ക് നല്ലോണം കട്ടി മീശയും കട്ടി താടിയാണ്. അതായത് ഒരു കുഴിയിൽ തന്നെ 2 ഹെയർ ആയിട്ടാണ് എനിക്കുള്ളത്. അതുകൊണ്ട് ആണായിട്ടുള്ള സമയത്ത് എല്ലാ പുരുഷനും ആഗ്രഹിക്കുന്ന രീതിയിൽ നല്ല കട്ടി മീശയും താടിയായിരുന്നു. പക്ഷേ എനിക്കത് ആവശ്യമില്ല. അപ്പോൾ എനിക്കത് മാറ്റിയെടുക്കാനായിട്ട് കുറേ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ക്ലിനിക്ക് എന്ന് പറയുന്നത് പാലക്കാടാണ്. പാലക്കാട് സ്റ്റേഡിയത്തിന് അടുത്തായിട്ടാണ് വരുന്നത്. അപ്പോൾ ആ സമയത്ത് ഞാൻ ഒരു ടെലികോളിംഗ് ഓഫീസിലും വർക്ക് ചെയ്യുന്നുണ്ട്, ഒരു ടൈലറിങ് ഷോപ്പിലും വർക്ക് ചെയ്യുന്നുണ്ട്. 2 വർക്കാണ് എനിക്ക്. അപ്പം ഞാൻ ഓഫീസിൽ ലീവ് എടുത്തിട്ടാണ് ഇത് ലേസർ ട്രീറ്റ്മെൻറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. ലേസർ ചെയ്യാൻ പോകുന്ന സ്ഥലത്ത് ഞാൻ 2-3 ട്രാൻസ്ഫോമൻസിനെ കണ്ടിട്ടുണ്ടായിരുന്നു. അതെന്ന് പറയുമ്പോൾ നോർമലായിട്ടുള്ള വ്യക്തികൾ, ലേഡീസ് വരുന്ന, അല്ലെങ്കിൽ ലേഡീസും ജെൻസും വരുന്ന ഒരു ക്ലിനിക്കാണ്. അപ്പം ലേഡീസിന് രോമ വളർച്ച കൂടുതലുണ്ടെങ്കിൽ അവരാണ് ഇതൊക്കെ ലേസർ ചെയ്യുന്നത്. ശരിക്കും ഇത് ലേഡീസാണ് കൂടുതലായിട്ട് ചെയ്യാറ്. പിന്നെ നമ്മൾ ട്രാൻസ്ജെൻഡേഴ്സിന് ഇതൊരു ബുദ്ധിമുട്ടായതുകൊണ്ട് അവരും അവിടെ ചെയ്യുന്നു. അങ്ങനെ ഞാൻ പോയി. ആദ്യം ഡോക്ടർ തിരക്കായത് കൊണ്ട് നേഴ്സാണ് എൻ്റെ അടുത്ത് സംസാരിച്ചത്. അപ്പം ഞാൻ പറഞ്ഞു, ഞാനൊരു മെയിൽ ടു ഫീമെയിൽ ട്രാൻസ്ജെൻഡർ ആണ്, എനിക്ക് എൻ്റെ ഹെയർ റിമൂവ് ചെയ്യണം എന്ന് പറഞ്ഞു. കാരണം ഞാൻ കാണുന്ന സമയത്ത് ഫുള്ളായിട്ടൊരു പുരുഷനാണ്. അപ്പം അങ്ങനെ പറയുന്ന സമയത്ത് അവർ വിശ്വസിക്കുമോ? കാരണം ഞാൻ ട്രാൻസ് പൊതുവെ എല്ലാവരും ലേഡീസ് ഡ്രസ്സിലാണ് വന്നിട്ടുള്ളത്, ഞാൻ മാത്രമാണ് ഫുൾ ബോയ് ആയിട്ട് പോയത്. അപ്പം ഞാൻ പറഞ്ഞു, ഹോർമോൺ ചെയ്തിട്ടുണ്ട്, ഡ്രസ്സിങ് ഒന്നും ചെയ്തിട്ടില്ല, ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. അപ്പം എനിക്ക് ഹോർമോൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ട് എനിക്ക് ലേസർ ചെയ്യാനായിട്ട് താല്പര്യമുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അവർ ഓക്കെ എന്ന് പറഞ്ഞു. ഫസ്റ്റ് ആദ്യം അവർ നമ്മളുടെ ഹെയർ ഷേവ് ചെയ്യാണ് ചെയ്തത്. അതായത് ഞാൻ ആൺകുട്ടിയായിട്ടുള്ള സമയത്ത് ഷേവിങ് ചെയ്യില്ല, എനിക്ക് ഷേവിങ് ഇഷ്ടമല്ല, എനിക്ക് അലർജിയാണ്, എനിക്ക് ഷേവിങ്ങിനോട് താല്പര്യമില്ല. അതുകൊണ്ട് ഹെയർ അങ്ങനെ തന്നെ 24 വയസ്സ് വരെ അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ 2 തവണ ഞാൻ ഫീമെയിൽ ആർട്ടിസ്റ്റായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, കോളേജിലും സ്കൂളിലൊക്കെ മീശ വന്ന സമയത്ത്. അപ്പോൾ 2 തവണ എൻ്റെ ലൈഫിൽ മീശ എടുത്തിട്ടുള്ളൂ. അതും ഞാൻ ഷേവ് ചെയ്യില്ല, കത്രിക വെച്ചിട്ട് ക്ലീനായിട്ട് കട്ട് ചെയ്ത് കളയും, അങ്ങനെയാണ് ചെയ്തിട്ടുണ്ടായത്. അപ്പോൾ ആദ്യമായിട്ട് ഷേവ് ചെയ്യുമ്പോൾ എനിക്കൊരു ഇറിറ്റേഷൻ ഉണ്ടായിരുന്നു. ഫുള്ളായിട്ട് ആദ്യം അവർ ക്ലീനായിട്ട് ഷേവ് ചെയ്ത് തന്നു. അപ്പോൾ ഷേവ് ചെയ്യുന്ന സമയത്ത് ഇവിടെയൊക്കെ ചെയ്യുമ്പോൾ കിട്ടുന്നില്ല അവർക്ക്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ തന്നെ ചെയ്തോളാം എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, നിങ്ങൾ ചെയ്താൽ സ്കിൻ എങ്ങാനും പൊട്ടിക്കഴിഞ്ഞാൽ ലേസർ ചെയ്യുമ്പോൾ കംപ്ലൈൻ്റ് ആവും, ഞങ്ങൾ തന്നെ ചെയ്തോളാം, കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് നാവ് അടിയിൽ വെക്കാൻ പറഞ്ഞു. അങ്ങനെ അവർ പറയുന്ന രീതിയിൽ ചെയ്തു. കാരണം വേറൊരാൾ ചെയ്യുമ്പോൾ അവർക്ക് കംഫർട്ടബിൾ ആയിരിക്കില്ല, നമുക്കും കംഫർട്ടബിൾ ആയിരിക്കില്ല. പിന്നെ അത് അവർ തന്നെ ചെയ്യണം എന്നാണ്. അപ്പം അങ്ങനെ അവർ തന്നെ ചെയ്തു തന്നു. ഒരു ലേഡി ആയിരുന്നു, ഫുള്ളായിട്ട് നമ്മളുടെ ഫേസ് ഫുള്ള് ഷേവ് ചെയ്ത് തന്നു. അത് കഴിഞ്ഞ് നമ്മളുടെ എന്താ പറയുക, ഫേസിൽ ഒരു ക്രീം അപ്ലൈ ചെയ്ത് തരും. അതായത് മരവിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ആ ക്രീം അപ്ലൈ ചെയ്തിട്ട് 15 മിനിറ്റ് വെയിറ്റ് ചെയ്യണം. അപ്പോൾ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് ഇതിൻ്റെ എമൗണ്ട് അന്ന് എനിക്ക് 300 രൂപയായിരുന്നു കൺസൾട്ടിങ് ഫീസ്. പിന്നെ ലേസറിൻ്റെ ചാർജ് എന്ന് പറയണത് 2500 രൂപയാണ് അന്ന്. ഇപ്പം അത് 4000 ആയിട്ടുണ്ട് എന്നാണ് എൻ്റെ അറിവ്. അന്ന് കുറവായിരുന്നു. പിന്നെ ആ ഒരു ക്ലിനിക്കിൽ ട്രാൻസ് ആയതുകൊണ്ട് ഡിസ്കൗണ്ട് ആയിരുന്നു, 2500-നാണ് ചെയ്ത് തരാറ് ട്രാൻസ് ആയതിൻ്റെ പേരിൽ. അപ്പം ഞാൻ ഒരാളുടെ റെക്കമെൻഡിലാണ് പോയത്. എൻ്റെ നാട്ടിൽ തന്നെ ഒരു ചേച്ചി ഉണ്ടായിരുന്നു, അനീറ എന്ന് പറഞ്ഞിട്ടുള്ള ചേച്ചിയാണ്. അപ്പോൾ അവർ റെക്കമെൻഡ് ചെയ്തിട്ടാണ് ഞാനൊരു ലേസർ സെൻറ്ററിലേക്ക് പോയത്. അങ്ങനെ വെയിറ്റ് ചെയ്തതിന് ശേഷം ഡോക്ടർ സംസാരിച്ചു. ഞാൻ എൻ്റെ പഴയ പേരിൽ തന്നെയാണ് ഞാൻ അഡ്മിഷൻ എടുത്തത്. കാരണം ഞാൻ പേരൊന്നും ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ എൻ്റെ പേര് ആണിൻ്റേതാണെങ്കിലും കൂടെ ഡോക്ടർ എന്നെ മോളെ എന്നാണ് വിളിച്ചത്. അവർക്ക് അറിയാമായിരിക്കാം എങ്ങനെയാണ് പ്രൊണൗൺസ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ ട്രാൻസാന്ന് പറഞ്ഞതുകൊണ്ടാണ് എൻ്റെ അടുത്ത് മോളെ എന്ന് വിളിച്ചത്. എനിക്ക് നല്ല ഇഷ്ടമായിരുന്നു. ഡോക്ടർ സൂര്യ ഡോക്ടറായിരുന്നു.
അപ്പോൾ അവർ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് സ്റ്റാർട്ട് ചെയ്തിട്ടും ചോദിച്ചു. അതായത് ഓരോ സിറ്റിംഗ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഈ ഷോക്ക് വെക്കുമ്പോൾ നമ്മൾ പെടയുമല്ലോ, അതുപോലെ പെടയും. അപ്പോൾ ഡോക്ടർ നല്ലോണം കോപ്പറേറ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് വേദന ഉണ്ടെന്നുണ്ടെങ്കിൽ നിർത്തണം ചോദിക്കാം. അപ്പോൾ ഞാൻ പറയും വേണ്ട, കണ്ടിന്യൂ ചെയ്തോളൂ എന്ന് പറയും. കാരണം വേഗം തീരുമല്ലോ. നല്ല വേദന ഉണ്ടാവും, നല്ല പെയിൻ സഹിക്കാൻ പറ്റാത്ത അത്രയും വേദന ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഒരു സിറ്റിംഗ് അടിക്കുന്ന സമയത്ത് ഓരോ ഇങ്ങനെ ഷൂട്ട് ഇങ്ങനെ അടിച്ചടിച്ച് പോകും. അപ്പോൾ നേഴ്സ് അടിച്ച ഭാഗത്തൊക്കെ ഐസ് വെച്ച് തരും. നല്ല വേദനയായിരിക്കും. അപ്പോൾ ഐസ് വെക്കുമ്പോൾ നമുക്കൊരു ആശ്വാസം കിട്ടും. അപ്പോൾ അങ്ങനെയാണ് ലേസർ ചെയ്തത്. അതായത് ഇലക്ട്രിക്കൽ ടീ വെച്ചിട്ട് നമ്മളുടെ രോമത്തിൻ്റെ ഉള്ളിലോട്ട് കടത്തി വിട്ടിട്ട് അത് കരിയിച്ച് കളയാണ് ചെയ്യാറ്. അപ്പോൾ നമ്മൾ ലേസർ ചെയ്ത് കഴിയുമ്പോൾ ആ റൂമിൽ ഫുള്ളും ഒരു മുടി കരിഞ്ഞതിൻ്റെ ഒരു സ്മെല്ല് കാണും. അതായത് നമ്മളുടെ അടിവേര് വരെ ആ തീ പോയിട്ട് നമ്മളുടെ മുടി അങ്ങോട്ട് കരിഞ്ഞു പോവുകയാണ് ചെയ്യാറ്. അതാണ് അതിൻ്റെ പ്രോസസ്സ്. പിന്നെ ഡോക്ടർ നല്ലോണം ആത്മാർത്ഥതയുള്ള ഒരു വ്യക്തിയാണ്, നന്നായി ചെയ്തു തന്നു. പിന്നെ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ലേസർ ചെയ്യുന്ന സമയത്ത് ലേസർ ചെയ്ത് കഴിഞ്ഞിട്ട് ഡോക്ടർ ഓയിൽമെൻറ്റ് തരും. അതായത് 3 ദിവസം നമുക്ക് പെയിൻ ആയതുകൊണ്ട് തേക്കാനായിട്ട് ഓയിൽമെൻറ്റ് തരും. പിന്നെ സൺസ്ക്രീൻ യൂസ് ചെയ്യണം, മോയ്സ്ചറൈസിങ് ക്രീം യൂസ് ചെയ്യണം. അങ്ങനെ അപ്പോൾ ലേസർ ചെയ്ത് കഴിഞ്ഞ് വീട്ടിലേക്ക് പോയി ഒരു ദിവസം കിടക്കുമ്പോൾ നല്ല ബുദ്ധിമുട്ടായിരിക്കും. ചെരിഞ്ഞ് കിടക്കുമ്പോഴൊക്കെ കവിളിൽ തട്ടുമ്പോഴൊക്കെ എനിക്ക് വേദന തോന്നിയിട്ടുണ്ടായിരുന്നു അന്ന്. പിന്നെ വെയിലത്തൊക്കെ ഇറങ്ങുമ്പോൾ നമ്മൾ സൂക്ഷിക്കണം. വെയിലത്തൊന്നും ഇറങ്ങാൻ പാടില്ല ലേസർ ചെയ്ത് കഴിഞ്ഞ്. മാക്സിമം വെയിൽ കൊള്ളാതിരുന്ന് കഴിഞ്ഞാൽ നല്ലതാണ്. പിന്നെ വെയിലത്ത് പോകുന്നതിന് മുമ്പ് സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുക. അതുപോലെ രാവിലെയും രാത്രിയും മോയ്സ്ചറൈസിങ് ക്രീം അപ്ലൈ ചെയ്യുക. അങ്ങനെ എനിക്ക് ഡോക്ടർ തന്നെ പ്രിസ്ക്രിപ്ഷൻ തന്നിട്ടുണ്ടായിരുന്നു. ഡോക്ടർ എനിക്ക് തന്ന സൺസ്ക്രീൻ വന്നിട്ട് സൺ ബ്ലസ് ആയിരുന്നു. പിന്നെ മോയ്സ്ചറൈസിങ് ക്രീം അലോ ഗ്രേസ് ആയിരുന്നു. ഓരോരുത്തരും ഫേസിനനുസരിച്ച് ഓരോന്നും വ്യത്യാസമായിരിക്കും. അപ്പോൾ എനിക്ക് യൂസ് ചെയ്യാനായിട്ട് പറഞ്ഞത് ഈ 2 ഐറ്റംസ് ആണ്. ബാലൻസ് എക്സ്പീരിയൻസിനെ കുറിച്ച് അടുത്തൊരു വീഡിയോയിൽ പറയാം. നന്ദി.